എന്താണ് ഇന്ന് സാറ്റർഡേ ആയിട്ട് സ്കൂളിൽ പോണോ? അപ്പൊ എന്താ എടുക്കാനുള്ള വെച്ചെടുത്തോ. എന്താ എടുക്കാനുള്ളേ? എന്താ സാധനം? ഓക്കെ. ഹെവി? ഇസ് ഇറ്റ് ഹെവി? ഓക്കെ. ലെറ്റ് മീ ഹോൾഡ്. ഓക്കെ. പോവാ നമുക്ക്. ഓക്കെ. ഓക്കെ. അയ്യോ. He is missing. Actually, put this helmet there. പോവാം. ഇന്ന് സ്കേറ്റിംഗ് ഉണ്ടോ? ഇല്ല. പിന്നെന്തിനാ ബാഗ്? എനിക്ക് ഇഷ്ടമുണ്ടായിട്ട്. വെറുതെ ബാഗ് ചോദിച്ചോണ്ട് പോവോ? ആ ശരി, നല്ല കാര്യം. തർക്കുത്തരം പറയാൻ ചെവി ഞാനിങ്ങനെ ഇത് മൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലെ കൂത്തമ്പലമാണ് കേട്ടോ. ഇവിടെ എല്ലാ ദിവസവും കൂത്ത് നടക്കും. ചാക്യാർ കൂത്ത്, അങ്ങനത്തെ അഞ്ഞാർകൂത്ത്, അങ്ങനത്തെ പരിപാടികളൊക്കെ. അപ്പോൾ വൃശ്ചികം 1 ഇത് നടക്കുന്നത് ക്രിയ എന്ന് പറയുന്ന ഒരു ചടങ്ങാണ്. പിറ്റേ ദിവസം തുടങ്ങി എല്ലാ ദിവസവും ഇവിടെ കൂത്തുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാനത് കുറച്ച് നേരം വീഡിയോ എടുത്തു, കണ്ടു, അതിനുശേഷം പോന്നു. വൃശ്ചികം 1 രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോയി, വീടിനടുത്തുള്ള അമ്പലത്തിലും പോയി. ഇപ്പോൾ വന്നിരിക്കുന്നത് മൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ. നല്ല വെയിലുണ്ട്, അതെൻ്റെ കണ്ണിങ്ങനെ ഇതിനൊക്കെ പോകുന്നു. അപ്പോൾ നമ്മൾ നാളെ തുടങ്ങി ഇവിടെ കൂത്തമ്പലത്തിൽ കൂത്തൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ ക്രിയയായിരുന്നു കണ്ടത് കേട്ടോ. അങ്ങനെയാണ് അവിടെ ഒരു ആൻറ്റി പറഞ്ഞത്, ചേച്ചി പറഞ്ഞത് ക്രിയ കണ്ടത്. പക്ഷേ എനിക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല, കണ്ടിട്ട് ചാക്യാർ കൂത്തിൻ്റെ ഒരു അപ്പിയറൻസ് പോലെയാണ് തോന്നുന്നത്. സോ അമ്പലത്തിൽ ഈ അമ്പലത്തിൽ വന്ന് തൊഴുമെങ്കിൽ പോലും ഇതിൻ്റെ ഫുൾ പോർഷൻസ് ബാക്ക് സൈഡും ഒന്നും ഇതിലായിരുന്നു. ഇതാണ് കടലിലേക്ക് പോണ വഴിയിട്ട്. 4 സൈഡിലും ഇതുപോലുള്ള റൂസ് ഉണ്ട്. ഇതാണ് കടലിലേക്കുള്ള വഴി. നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് പോയിട്ട് ഒന്നും കഴിക്കാൻ പറ്റുന്നത്. വിശക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. പൊട്ടാവോ ഇപ്പം വിശക്കുന്ന അത് തന്നെ കുഴപ്പം. ഇത് വല്ലാത്തൊരു കുഴപ്പം ചൊല്ലി. ഈ സംഭവം ഈ പുഴയുടെ തൊട്ടടുത്താണ് എൻ്റെ വീട്. എന്നിട്ട് ആ പുഴ ഞാൻ കാണാൻ പോയിട്ടില്ല. കാണേണ്ട ആവശ്യമില്ല. ഇവിടെ 2 ചുവട് വെച്ച പുഴയാണ്. ഓക്കെ. എടുക്കുന്നു. നമ്മുടെ ചാലക്കുടി പുഴ. നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാ നാട്ടിലും പ്രത്യേകിച്ച്
ജാതി റബ്ബറൊക്കെ കിട്ടുന്നത് സിമ്പിൾ. സാധു ദ്വിജനൊന്നു പറയുന്നു വിജയ സാരഥേ സാധു ദ്വിജനൊന്നു പറയുന്നു സുജന സംഗമമേറ്റം സുകൃത നിവഹ സുലഭമദനു നിയതം സുജന സംഗമമേറ്റം സുകൃത നിവഹ സുലഭമദനു നിയതം പലദിനമായി ഞാനോ താഴത്തുനിന്നാണ് മുകളിൽ എനിക്ക് പറിക്കാൻ പറ്റില്ല. പിന്നെ വല്ലവരുടെയും പുള്ളിയൊന്നും പറിക്കാൻ ശരിയല്ലല്ലോ. അത് നിലത്ത് കിടക്കാണ് ഞാൻ എടുത്തത്. ഇതാണ് പുളി. അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം. ഇങ്ങോട്ട് കുഞ്ഞു വരയുണ്ട്, ഇങ്ങോട്ട് ഒരു കുഞ്ഞു വര. ഇത് നക്ഷത്ര ഉദ്യാനം പോലത്തെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വേണ്ട ഉത്തര നക്ഷത്രത്തിൻ്റെ ഇത് ചിത്രയുടെ കൂവളം, ത്തിൻ്റെ അമ്പലം, മൃഗവും അതായത് മൃഗവും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചോതിയുടെ നീർമരുത്, വിശാഖം വയ്യങ്കത, അനിഴം ഇലഞ്ഞി, തൃക്കേട്ട വെട്ടി, ഏഴമാനം അതെന്താണ്, മൂലം പൈൻ, കൂരാടം വഞ്ഞി, ഉത്രാടം പ്ലാവ്. ഇത് പോയോ? ആ അവിട്ടം വഞ്ഞി, ചതയം കടമ്പ്, പൂരുവിട്ടാതി തേന്മാവ്, ഉത്രട്ടാതി കരിമ്പന, രേവതി ഇരിപ്പ, അശ്വതി കാഞ്ഞിരം, ഭരണി നെല്ലി, കാർത്തിക അത്തി, രോഹിണി ഞാവൽ. ഞാൻ പറഞ്ഞതാണ് കരിങ്ങാലി മരം വലിയ വെള്ളം നടപ്പിക്കണേ. മതീരം, എൻ്റെ മൃഗം പാമ്പിട്ട, തിരുവാതിര കരിമരം, അതും ശോനം തന്നെയുള്ളത്. അവിടെ ഉണ്ടെങ്കിലും ഒരു ശോനം. പെട്ടവ പുണർദം മുള, പൂയം അരയാൽ, ആയില്യം നാഗമരം, മകം പേരാൽ. ഇത്രയൊക്കെയാണ് കേട്ടോ. രാവിലെ തന്നെ ജലപാനമൊന്നും ഇല്ലാണ്ട് അമ്പലത്തിൽ പോയിട്ടുണ്ടോ നിങ്ങൾ? ഞങ്ങളങ്ങനെയാണ്ട് പോവാറ്, ഫുഡൊന്നും കഴിക്കാണ്ട് പോവാറ് എല്ലാ അമ്പലത്തിലും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല, അമ്പലത്തിൽ തൊഴുതിന് ശേഷം മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ. വലിയൊരു കാര്യം കിട്ടുക എന്താ അടിപൊളി വൈപ്പാണ്. ഗോശാല കൃഷ്ണൻ്റെ അവിടെ ഒരുപാട് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് തൊട്ടിൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അമ്പലത്തിൽ നിന്ന് വന്നതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പൂരിയും ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്. ചായ ഉണ്ട്, കഴിക്കാം. അപ്പോൾ പൂരി കറിയാണ് കഴിക്കാൻ പോകുന്നത്. ചായ ഒട്ടും തരൂല. അപ്പോൾ ഇതോടുകൂടി എൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഞാൻ എൻ്റെ വ്ളോഗിങ് നിർത്തുകയാണ്. വീട്ടിലെ കുറച്ച് പണിയാണ്, അതൊന്നും കാണിക്കില്ല. ഹെവി മടിയാണ് വ്ളോഗ് എടുക്കാൻ. വ്ളോഗ് എടുത്താൽ തന്നെ എഡിറ്റ് ചെയ്യാൻ അതിലും മടിയാണ്, അതിലും കൂടുതൽ മടിയാണ്. മറ്റുള്ളവരെ കണ്ട് സഹായിച്ചു കൊടുക്കും. ചിലവരിങ്ങനെ കാണുമെന്ന് വീഡിയോസിൽ ഇങ്ങനെ പറയണവരുണ്ടാവില്ലേ, ഈ തീരെ ഇതായിട്ടുള്ളവർ, അവരുടെയൊക്കെ ഞാൻ കണ്ട് സഹായിച്ചു കൊടുക്കും. കുറേ കാശുള്ളവരുടെ ഒന്നും കാണില്ല കേട്ടോ, വർഷങ്ങൾ കിട്ടണവരുടെ ഒന്നും, സാധാരണക്കാരുടെ ഒക്കെ കാണും. See then, I'm just winding up. See you then, bye.